ഇന്നൊരു ചെറിയ കഥ പറയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം. വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും മഹത്തായ അവതാരം ശ്രീകൃഷ്ണൻ്റേതാണ്. ഉത്തരേന്ത്യയിൽ മധുര എന്ന സ്ഥലത്താണ് ഭഗവാന്റെ ജനനം. ഉഗ്രസേന ചക്രവർത്തിയുടെ മകൻ ദേവകൻ്റെ മകളാണ് ദേവകി. ചക്രവർത്തിയുടെ അനുജൻ്റെ മകനാണ് കംസൻ. അദ്ദേഹം ചെറുപ്പത്തിലെ വലിയ ദുഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു. ദേവകിയുടെ ജ്യേഷ്ഠത്തി രോഹിണിയെ വിവാഹം ചെയ്തത് യാദവ ചക്രവർത്തിയായ ശൂരസേനൻ്റെ മകനായ വസുദേവരാണ്. ദേവകിക്ക് കല്യാണപ്രായമായപ്പോൾ അവളെയും വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചു. അങ്ങനെ വളരെ ആർഭാടമായി വിവാഹം നടന്നു. അതിനുശേഷം വധൂവരന്മാർ വരൻ്റെ വീട്ടിലേക്ക് പോകാൻ യാത്രയായി. അവരുടെ തേർ ഓടിച്ചിരുന്നത് സഹോദരനായ കംസനായിരുന്നു. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ഒരു അശരീരി കേട്ടു. ഇങ്ങനെ പറഞ്ഞു: ഹേ കംസ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും. അത് കേട്ട് കംസൻ കോപാകുലനായി. ഉടൻ തന്നെ വാളെടുത്തു ദേവകിയെ കൊല്ലാൻ ഒരുങ്ങി. അത് കണ്ട് വസുദേവർ പറഞ്ഞു: ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും അങ്ങേക്ക് കൊണ്ടുവന്ന് തരാം. അത് കേട്ട് കംസൻ ഒന്നടങ്ങി. അതിനുശേഷം വസുദേവരെയും ദേവകിയെയും വീട്ടുതടവിൽ വെച്ചു. അങ്ങനെ അവർക്ക് 6 കുട്ടികൾ ജനിച്ചു. അതിനുശേഷം ഒരു ദിവസം കംസൻ്റെ കൊട്ടാരത്തിൽ നാരദ മഹർഷി അദ്ദേഹം കംസനോട് അശരീരിയെ പറ്റി ചോദിച്ചു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്നെ കൊല്ലും എന്നാണ് അശരീരി എന്ന് കംസൻ പറഞ്ഞു. അതങ്ങനെ തന്നെ ആവണമെന്നില്ല എന്ന് നാരദൻ ഉപദേശിച്ചു. അത് കേട്ട് കംസന് കോപം വന്നു. കംസൻ ചെന്ന് ദേവകിയുടെ 6 മക്കളെയും കൊല ചെയ്തു. ദേവകിയും വസുദേവനും ദുഃഖത്തിൻ്റെ ആഴക്കടലിൽ പതിച്ചു. പിന്നെ ദേവകി 7ാമതും ഗർഭിണിയായി. ഇതിനിടെ വസുദേവരുടെ ആദ്യ പത്നി രോഹിണി ഗർഭിണിയായി. ആ മകനാണ് ബലരാമൻ, കൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ. ദേവകി വീണ്ടും ഗർഭിണിയായി, 8ാമതും. ഇതറിഞ്ഞ് കംസൻ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു. ഏതാണ്ട് പ്രസവ ദിവസം അടുത്തു വന്നു. അങ്ങനെ വസുദേവർക്ക് ഒരു സ്വപ്ന ദർശനം കിട്ടി. അമ്പാടിയിൽ യശോദാദേവിയുടെയും നന്ദഗോപരുടെയും മകളായി ഒരു പെൺകുട്ടി ജനിക്കും. ദേവകിയുടെ കുട്ടിയെ അവരുടെ അടുത്തെത്തിച്ച് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ അഷ്ടമിയും രോഹിണിയും ഒത്തുചേർന്ന് വന്ന ഒരു അർദ്ധരാത്രിയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചു. ആ സമയത്ത് കാവൽക്കാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. വസുദേവർ ആ കുട്ടിയെ എടുത്ത് നന്ദഗോപരുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. നല്ല മഴയായിരുന്നു അന്ന്. അതുകൊണ്ട് അനന്തൻ കുടയായി അവരുടെ തലക്ക് മുകളിൽ നിന്നുകൊണ്ട് സഹായിച്ചു. ആരും അറിയാതെ ഭഗവാനെ അവിടെ കിടത്തിയിട്ട് ആ പെൺകുട്ടിയെ ദേവകിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴാണ് കാവൽക്കാരൊക്കെ ഉണർന്നത്. അപ്പോൾ തന്നെ അവർ കുട്ടിയുടെ ജനനം കംസനെ അറിയിച്ചു. ഉടനെ തന്നെ കംസൻ വന്നു കുഞ്ഞിനെ കൊല്ലാൻ ഏർപ്പാടുകൾ ചെയ്തു. ഇതൊരു പെൺകുട്ടിയല്ലേ, ഇതിനെ കൊല്ലരുത് എന്ന് ദേവകിയും വസുദേവരും പറഞ്ഞു കരഞ്ഞെങ്കിലും കംസൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. ആ പെൺകുട്ടിയുടെ 2 കാലിലും പിടിച്ച് പാറയിൽ അടിച്ചു കൊല്ലാൻ തുനിഞ്ഞപ്പോൾ അവൾ അന്തരീക്ഷത്തിലേക്ക് പറന്നുപോയി. ഒരു നിമിഷം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കംസനോട് പറഞ്ഞു: എന്നെ കൊന്നിട്ട് ഒരു കാര്യവുമില്ല. നിന്നെ കൊല്ലാനുള്ളവൻ ഭൂമിയിൽ ജന്മമെടുത്തു കഴിഞ്ഞു എന്ന്. അങ്ങനെ കംസൻ പേടിയോടെ ആ നാട്ടിലുള്ള എല്ലാ നവജാത ശിശുക്കളെയും കൊല്ലുവാൻ ഏർപ്പാടാക്കി. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളും അനുഭവിച്ച് നന്ദഗോപരുടെയും യശോദയുടെയും ഗൃഹത്തിൽ ഐശ്വര്യത്തോടെ വളർന്നു.